പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ
സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ്, ഓൺലൈൻ ട്രാൻസ്ലേഷൻ, വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജ്ജിമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ് ഉടമ്പടിയിലെ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത്. അരമണിക്കൂർ നമ്മൾ വചനം വായിക്കണ്ടേ? അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം. അതിലൊന്ന്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അപ്പം അതിനൊരു പേർ വേർഡുണ്ടാകും എപ്പോഴും. എപ്പോഴും ഒരു ഷാഡോ വേർഡുണ്ട്. ഞാൻ ഷാഡോ വേർഡെന്നാണ് പറയണത്. ഷാഡോ വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും. അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ. അവിടെ ഇതിനൊക്കെ നിഴലുണ്ട്. അപ്പം നിഴൽ കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും. അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല. അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും. ഇപ്പം എന്താ വചനം? പുറപ്പാട് 22 വായിച്ചു. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. എൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ്. ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിലില്ല. കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം. എന്താ കാര്യം വെച്ചാൽ അർത്ഥം അറിയാത്തത് കൊണ്ടായ സംഭവം. ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും. എന്താ കാര്യം വെച്ചാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമല്ലോ. അപ്പോൾ വേറെ ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല, ഒരു 9000 ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് ഇത്രയും നാൾ മനസ്സിലാക്കണം. എങ്ങനെ അറിയാം? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അത് ഞാൻ പറയണതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ. മർക്കോസ് 10:24. അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതെന്താ പ്രശ്നം വെച്ചാല് ആളെ അറിയാതെ പറഞ്ഞു പോയതാണിത്. കർത്താവിനെ അറിയാമെന്ന് പറയുകയല്ലേ? സത്യം പറഞ്ഞ ഇത് പറയേണ്ടായിരുന്നു. കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ, എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ. അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തിൽ തന്നെ പറയാണ് പോയത് 2000 കൊല്ലമായിട്ട്. എന്താണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റുള്ള ആൾക്കാരും 10 പൈസ ഉള്ളവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കരുത്. അത് ചില അണ്ണന്മാർ, അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കരുതാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കുക. അത് കോംപ്ലക്സ് ആണ് ശരിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? മർക്കോസ് 10:25. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പൊ എന്റെ അർത്ഥത്തില് ഈ ധനം ദൈവത്തിന്റെ ഒരു സ്ഥാനം ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിന്റെ സ്ഥാനം വരും. പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും.
അത് ധനം മാത്രമല്ല, നമ്മൾ ദൈവത്തെക്കാൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ. ഇപ്പം നിസ്സാര കാര്യം. അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല. ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യമ്മച്ചിമാരൊക്കെ ചോദിക്കുകയും, വല്യമ്മച്ചി 2 ആഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും എൻ്റെ കഴുത്തേലുണ്ടായിരുന്ന പണയം വെച്ചെന്ന് പറയും. അപ്പം അതാണ് വിഷയം. കഴുത്തേലുണ്ടായിരുന്ന ചിലപ്പോൾ 1/2 പവനോ 1 പവനോ ആയിരിക്കുവേ. അത് പണയം വെച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കിയെന്നാണ് ചേർത്തി പറയണത്. അപ്പം നമ്മൾ ചേർത്തിയുടെ കഴുത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടിച്ച് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേർത്തിയേക്കുള്ള ഗതികെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ മക്കളുടെ മനസ്സമ്മതം, കൂട്ടുകാരുടെ മനസ്സമ്മതം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കൂട്ടുവിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകുന്നില്ലേ? അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ. അപ്പോൾ അത് ഒരു ദൈവമായിട്ട് മാറുകയാണ്. അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഒക്കുമ്പോൾ കൂടും. അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളൂ. കൂട്ടുകാരുടെ കല്യാണമൊന്നും ഇല്ല, നാട്ടുകാർ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്ന വെച്ചും വൈകുന്നേരത്തെ കുർബാനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? രാവിലെ കിടന്നുറങ്ങി. ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അരക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ കയറിയവർ പറയും, ദേ പോയ് നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്ന, രാവിലെ പള്ളിയിൽ പോകാനാണ് ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്ന് പറയണത്. ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല. എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ല ജീവിച്ച ആൾക്കാരാണ്. ആ മധുപിതുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു കൊന്ത പോലും ചെല്ലാത്ത പാർട്ടിയാണ്. പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണം. അപ്പം കിടന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണമാണ് കേട്ടോ. ഇരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യം. അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളൊക്കെ വരുമെന്ന് പറയുന്നത്. വേശ്യകൾ തന്നെ അല്ലല്ലേ ഇപ്പോൾ വരാറുള്ളത്, നിങ്ങൾക്ക് മുമ്പേ അവിശ്വാസികൾ വരുന്നുണ്ടല്ല. ഇപ്പം നിങ്ങൾ അവിശ്വാസികളുടെയൊക്കെ സാക്ഷ്യം കേട്ടില്ലേ? പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ 40 കൊല്ലം ദൈവതിരുസന്നിധിയിൽ കൊയ്തു കൂട്ടിയ അനുഗ്രഹത്തിൻ്റെ 40 ഇരട്ടിയാണ് ഇന്നലെ വരെ അവിശ്വാസിയായിരുന്ന ആൾ ഇന്ന് വിശ്വാസിയാകുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധി നേടണത്. അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ, കുടുംബശ്രീ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണത് എവിടെയാണ്? രാവിലെ കുർബാന സമയത്താണ്. അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മൾ അതിൽ നിന്ന് മാറ്റമുണ്ട്. ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട്. ഇതേ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തന്ത്രപൂർവ്വം കുടുംബശ്രീ എന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ, പാർട്ടി യോഗത്തിൽ എടുത്ത് എടുത്ത നിലപാടുകൾ, അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ, നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നെങ്കിൽ അത് നിന്നെ ആശ്രയിച്ചിരിക്കും. ഒന്നെങ്കിൽ നിന്നെ പാർട്ടി നിന്ന് അവർ മാറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നീ ദൈവത്തിൽ നിന്ന് മാറും. ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി. ഏതായാലും കർത്താവ് പറഞ്ഞു പോയി, എന്താണ്? ഞെരുക്കമാണ് മകനെ, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞെരുക്കം, ബലം പ്രയോഗിക്കുന്നതിന് മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു.
ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. 2022 8-ാം മാസം 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. കാരണം 2-3 വട്ടം കൃപാസന പത്രം കിട്ടിയെങ്കിലും ഞാൻ 2 വട്ടം ആദ്യം അത് കിട്ടിയെങ്കിലും ഞാൻ അതിനെ അങ്ങനെ അംഗീകരിച്ചില്ല. കാരണം പെന്തക്കോസ്തുകാർക്ക് മാതാവില്ല. ആ ഒരു ട്രെയിനിങ്ങിലാണ് ഞാൻ. എങ്കിലും ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മോശപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർ പറയുന്ന പോലെ ദൈവം അതിന്, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഒത്തിരി വന്നു. സഭയിൽ പോകുമ്പോൾ തന്നെ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകുമ്പോൾ തന്നെ ലാസ്റ്റ് സമയം, ആ സമയത്താണ് ഇവിടെ വരുന്നത്. എല്ലാം തകർന്ന ഒരവസ്ഥ, ഒരു കാര്യവും നടക്കാതെ വന്ന ജീവിതത്തിൽ എനിക്ക് ഫാമിലി ഡിവോഴ്സായി. ആ സമയത്ത് അവരെല്ലാം എന്നെ തള്ളി പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കറിയാം, അക്രൈസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വരുമ്പം എന്തുമാത്രം പ്രതികൂലം വരുമെന്ന്. ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽ നിന്നായിരുന്നു. അങ്ങനെ ജീവിച്ച് വരുന്ന സമയത്താണ് പ്രതികൂലങ്ങൾ ഒത്തിരിയായി. എൻ്റെ വീടിന് നേരെ കല്ലേറ്, മോശപ്പെട്ട വാക്കുകൾ, എന്നെ വിളിക്കുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും എനിക്ക് സ്വസ്ഥത തന്നില്ല. അങ്ങനെ വന്ന് എൻ്റെ കുടിവെള്ളം ടാങ്കിനകത്ത് മലിനമാക്കി കളഞ്ഞ്, അങ്ങനെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിന്ന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വചനം തന്നു. ഞാൻ എൻ്റെ ആടുകളെ ഇടയന്മാരെ ഏൽപ്പിച്ചു, അവരതിനെ പരിപാലിച്ചില്ല. കൂട്ടം തെറ്റിയതിനെ ചേർത്ത് പിടിച്ചില്ല, മുറിവ് പറ്റിയതിനെ പരിപാലിച്ചില്ല. അതുകൊണ്ട് ഞാൻ വേറെ ആ ആടുകളെ ഞാൻ പരിപാലിക്കും. അതുപോലെ വചനം തന്നത്, ഞാൻ വേറെ നിനക്കൊരു ഇടയനെ ഏൽപ്പിക്കും, നിന്നെ ഒരു ഇടയനെ ഏൽപ്പിക്കും, ആ ഇടയൻ നിന്നെ ഞാൻ ഉപദേശിച്ച് തരുമെന്നും. അങ്ങനെയാണ് ഇവിടെ ഞാൻ വന്നത്. അത് പിന്നെ എനിക്ക് മനസ്സിലായി, കർത്താവിനെ ഇത്രയും കാലം നടത്തുന്നത് അത്ഭുതകരവും അതിശയകരമായിട്ടാണ്. അങ്ങനെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ സത്യം പറഞ്ഞ ഒരു സഹോദരൻ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അയലൊക്കെ അല്ല, തൊട്ടടുത്ത് ഉള്ള പുള്ളിക്കാരൻ എനിക്ക് കൃപാസന പത്രം തന്നു. ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് ഞാൻ അന്ന് ജിമ്മിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്കങ്ങ് കരച്ചിൽ വന്നു. അതായത് നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടൊരു മരിച്ചു പോകുമ്പോൾ അത്രയും അലമുറയിടും, അത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ, ആരും കാണാം. ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട്, മാതാവിനോട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. എനിക്കറിയില്ല എന്താ പറയുന്നത്, ഉള്ളിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കറിയില്ലായിരുന്നു, എന്നോട് ആരും പറഞ്ഞു തന്നില്ല നിൻ്റെ മഹത്വം. അങ്ങനെയാണ് പറഞ്ഞത്. ഇത് വായിച്ച് മൊത്തം കേട്ടില്ല. അങ്ങനെ കരഞ്ഞു. 3 ദിവസം 3-ാം വട്ടം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഞാൻ കരച്ചില്ല. എനിക്കറിയില്ല എന്നിലുള്ള പാപങ്ങളെല്ലാം പോകുന്നതെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. എന്നിലുള്ള അഹന്ത അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം കഴുകിക്കളഞ്ഞു. ഞാൻ വന്ന് അവിടെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ രൂപം എടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതും എനിക്ക് ദൈവം തന്ന അത്ഭുതം. കാരണം മാതാവില്ല എന്ന് പറഞ്ഞ എന്നെ മാതാവ് ചേർത്ത് പിടിച്ച് നടത്തി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു, ജോലിയില്ല. അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കടമുണ്ടായിരുന്നു സൊസൈറ്റിയിൽ. അപ്പോൾ അത് ബൾക്കായിട്ട് എമൗണ്ട് വീട്ടാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ജോലിയില്ലാതിരിക്കുക. ആഹാരത്തിന് നമ്മൾ ഇങ്ങനെ ദൈവം നടത്തുന്നു, അത്രയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ദൈവം അത്ഭുതകരമായിട്ടൊരു ജോലി തന്നത്. 2-ാമത്തെ ആഴ്ച, ഞാൻ ഉടമ്പടി എടുത്ത് 2-ാമത്തെ ആഴ്ച ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. മാതാവ് എന്നെ എന്താ പറഞ്ഞ അത്ഭുതമാണ്. കാരണം അതിനു മുമ്പേ പരിശുദ്ധാത്മാവിൽ എന്നോട് പറഞ്ഞു, നീ ഒരു പ്രായമുള്ള ആളെ, ഒരു വയോധികനെ നോക്കുവാൻ, അതായത് ഒരു ഹോം നേഴ്സ് പോലെ. ഞാൻ ആ തകർന്നിരിക്കുന്ന അവസ്ഥ എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. കാരണം ഭാര്യയൊക്കെ പോയി, കുഞ്ഞു പോയി. അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും മുഖത്ത് നോക്കാനും ആൾക്കാർ പലതായി ചോദിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പോൾ ഞാൻ പറയും, കർത്താവേ ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എനിക്ക് പോകാൻ ഒരിടമില്ലല്ലോ, നീ എന്നെ പരിപാലിക്കണം. എന്നെ ഇവിടെ നിൽക്കാൻ വയ്യ, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ ദൈവം എന്നോട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, നിനക്കൊരിടം ഒരുക്കിയിട്ടുണ്ട്, നിന്നെ ഞാൻ പ്രായമുള്ള ആളെ നോക്കുന്ന ഒരാൾ, വൃദ്ധനായ. എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിന്ന് പ്രായമുള്ള ആളെ നോക്കുന്ന ശല്യമില്ലല്ലോ. അങ്ങനെ വന്ന് ദൈവം അത് തന്നെ തന്നു. മാതാവിൻ്റെ കൃപയാൽ അങ്ങനെ ഒരു ജോലി തന്നു. പുള്ളി കടപ്പുരോഗിയല്ല, ഹോം നേഴ്സ് എന്ന പേരേ ഉള്ളൂ. ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പുള്ളി ഒറ്റയ്ക്കാണ്, മക്കളുള്ള പുറത്താണ്. അപ്പോൾ അങ്ങനെ നോക്കാം. അതും പുള്ളി ഒരു അക്രൈസ്തവനാണ്. എന്നെ അവിടെ നിർത്തിയത്, ക്രിസ്ത്യാനിയുടെ വീട്ടിലല്ല. അപ്പോൾ എന്നെ പഠിപ്പിക്കുകയാണ് എല്ലാം ദൈവം. അങ്ങനെ ഉടമ്പടി എനിക്ക് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ ആ ജോലി തന്നതുകൊണ്ടാണ് കഴിഞ്ഞത്. കാരണം ഞാൻ ഹോട്ടൽ സൂപ്പർവൈസറായിട്ട് എറണാകുളത്ത് വർക്ക്, ഹോട്ടൽ ഫീൽഡായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ജോലിക്ക് വീണ്ടും പോയാൽ എൻ്റെ സമയങ്ങളൊക്കെ തെറ്റും, ഉടമ്പടി ഒന്നും പ്രാർത്ഥന നടക്കത്തില്ല, വൈകിട്ടത്തെ പ്രാർത്ഥനയും പോകും. അപ്പം ദൈവം പ്ലാൻ ചെയ്ത്, ഞാൻ ചോദിച്ചു ഈ ജോലിയാണോ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഉറപ്പ് തന്ന് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൊന്നും മുടങ്ങാതിരുന്നു. ദൈവം എന്നെ ഉണർത്തി. മാതാവിൻ്റെ ഒത്തിരി ദർശനങ്ങൾ, ഈശോയുടെ ദർശനങ്ങളുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല, ഈ അടുത്ത സാക്ഷ്യത്തിൽ അത് പറയും. ആദ്യമായിട്ട് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മ. അതുപോലെ എൻ്റെ കടഭാരം, ആ സൊസൈറ്റിക്കാർ ഞാൻ പ്രാർത്ഥിച്ചു, അവരുടെ വായടയ്ക്കണം, അവരെന്തെങ്കിലും മോശപ്പെട്ട് പറഞ്ഞാൽ തകർന്നു പോകും. പക്ഷേ അവരെന്നെ വിളിച്ച് ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ച്, എന്താണ് എൻ്റെ പേര് ശ്രീകുമാർ എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് സൗമ്യമായിട്ടാണ് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പൈസ കൊണ്ട് തരാം. ഞാൻ പറയുന്ന ഡേറ്റിനും മുമ്പേ എനിക്ക് ശമ്പളം കിട്ടി. അവിടെ കൊണ്ടുവന്ന് അവർ പറഞ്ഞ് തവണയായിട്ട് അടയ്ക്കാം. തവണ കൂട്ടി തന്നു.
എന്താ പറയുക, സുഖമായിട്ട് ആ കടങ്ങളെല്ലാം വീട്ടിൽ തന്ന് ദൈവം എന്നെ മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇപ്പോൾ അതിലെ അത്ഭുതം എന്താണെന്നറിയാം, ആ സൊസൈറ്റിയിലെ മാനേജർ ഇപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമാണ്. പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അത് പുള്ളി ദൈവം അവരെ കമ്മ്യൂണിസ്റ്റുകാരനെ ദൈവത്തെ മാതാവിനെ അറിയാനുള്ള ഇടവരുത്തി. അതൊരു വലിയ അത്ഭുതമാണ്. മാതാവ് പിന്നെയും എന്നെ എൻ്റെ വലത് കൈക്ക് ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക്. ഞാൻ എല്ലാവരും സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഈ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ തൈലം കൊണ്ട് എനിക്കായിട്ടൊന്നും ഗുണമൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഞാനൊന്നും പരട്ടുന്നില്ല, അപ്പോൾ എനിക്ക് പ്രയോജനമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ ഇടനെഞ്ചിന് ഭയങ്കര വേദന വന്ന് ശരീരം തളർന്നു, ഒരു അറ്റാക്ക് വരുന്ന പ്രതീതിയാണ്. അപ്പം പറഞ്ഞു കേട്ടുള്ള അറിവില്ല നമ്മൾക്ക്. കൈ തളർന്നു, കാല് തളർന്നു, ശരീരം മൊത്തം ഇത് വെള്ളം കുടിക്കണം, പരവേശം ബോധക്കേട് പോലെ. അപ്പോഴും എനിക്ക് ഭയമില്ല. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മ ക്ഷമിക്കണം, ഞാൻ അറിവില്ലാതെ അറിവില്ല. ഞാൻ തൈലം പെട്ടെന്ന് എടുത്ത് ഇടത് പുരട്ടി. അപ്പോൾ വലത് കൈക്ക് വേദന, വലത് കൈയെ പുരട്ടി. അപ്പോൾ ഇടത് കൈക്ക് തളർച്ച വന്നു, അപ്പോൾ ഇടത് കൈയിലും പുരട്ടി. അങ്ങനെ ഇടത് കൈയും വലത് കൈയും സൗഖ്യമാക്കി. അന്ന് എന്നെ സൗഖ്യപ്പെടുത്തി. ഒരു 5-10 മിനിറ്റത്തെ ആ അസുഖം, കാരണം ദൈവം എന്നെ ബോധ്യപ്പെടുത്തി തൈലത്തിൻ്റെ പവിത്രത എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ വില എന്താണെന്ന് എന്നെ അറിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ വലത് കൈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലത് കൈ തളരുന്ന പോലെ കറണ്ട് അടിക്കുന്ന വേദന. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് പോലും ഇളക്കാൻ പറ്റും. കറണ്ട് അടിക്കുന്ന പോലെ വേദന തളർന്നു പോയി ഭാഗം. അങ്ങനെ വന്ന് സഹിക്കാൻ വയ്യ. ഹോസ്പിറ്റലിൽ പോയി. അവിടെ പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ പോയി ഡോക്ടർമാർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞ് ഞരമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും മാറും. പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. അത് കഴിഞ്ഞപ്പോൾ തിരുമിക്കാൻ പോയി. അപ്പോഴും അതിന് കുറവ് വന്നില്ല. അവർ പറഞ്ഞ് പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ്. എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അപ്പോഴും തൈലത്തെ തൊടുന്നില്ല. അത് ഓർത്തോണം, ഞാൻ ആ തൈലത്തിന് ഞാൻ മറന്നുപോയെന്ന് പറയാം. അപ്പോഴാണ് ഓർത്തത്, ദൈവമേ ഈ തൈലം ഇരിക്കുന്നല്ലോ മാതാവേ എന്ന്. ഞാൻ ആ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. എപ്പോഴാ കയ്യിലെ വേദന പോയെന്നും അസുഖം പോയെന്നും എനിക്കറിയില്ല. കർത്താവും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത് കൈ മുട്ടിന് താഴെ മരവിക്കുന്ന അവസ്ഥ. മരവിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു തളർന്നു പോകുന്ന പോലെ മുട്ടിന് താഴെ ഉള്ളൂ. കൈക്ക് ഭാരം കൂടും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ബൈക്കുണ്ട്, വണ്ടി ഓടിക്കുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ വന്നു, ഞാനത് അത്ര കെയർ ചെയ്തില്ല. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കൈ തളരാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയാം ഹാൻഡിലെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിനെ വീട്ടിൽ വരെ എത്തിക്കണം, അത് കഴിഞ്ഞ് എന്തോലും വന്നാൽ പോട്ടെ, വണ്ടി ഓടിക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിലെത്തിച്ചു. അപ്പോൾ അതിനും പ്രശ്നം, ഞാൻ ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവർ പലവിധ ചെക്കപ്പ് ചെയ്തു. കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി, അതിനില്ല, ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞ്, എന്താണ് ചേട്ടാ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞ് ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഈ അസുഖം ഇങ്ങനെ തുടർച്ചയായി. അങ്ങനെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, തൈലം എടുത്തപ്പോൾ പ്രാർത്ഥിച്ച് പുരട്ടി. അതും ഇത് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ജോലി എടുത്ത് ജീവിക്കേണ്ട അമ്മ, എനിക്കാരുമില്ല, അമ്മ മാതാവ് തന്നെയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് ആ അസുഖം ഇന്നേ വരെ പിന്നെ ഒന്നും വന്നിട്ടില്ല. കാരണം ഈ വലത് കൈ മുട്ടിന് താഴെ തളരുവാന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം. ഇടത് കൈ വശം എന്താണ് അങ്ങനെ വരുന്നത്, പലരും പറഞ്ഞ് പല രീതിയിൽ തളർന്നു പോകും, അറ്റാക്ക് വരും, ഇതാണെന്നൊക്കെ പറഞ്ഞു. എങ്കിലും എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. അതുപോലെ ഞാൻ ജിമ്മിൽ പോകാൻ കാരണം, ഞാൻ ഒരാൾക്ക് കരൾ കൊടുക്കുമെന്ന് പറഞ്ഞ് എറണാകുളത്ത് പോയി, ലിസി ഹോസ്പിറ്റലിൽ എല്ലാ ചെക്കപ്പും നടത്തി. എനിക്ക് സന്ധിവാതം വന്ന് ഞാൻ തളർന്നു കിടന്നിടത്തു നിന്നാണ് കർത്താവിനെ അറിഞ്ഞു വന്നത്. അപ്പം ദൈവം എന്നെ അവിടെ കൊണ്ടുപോയത് ഒരു പ്രത്യേക കാരണത്തിൽ, ആൾക്കാരെല്ലാം എന്നെ രോഗിയാന്ന് മുദ്രകുത്തി സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ നാണം കെടുത്തി. ഒന്നിനും കൊള്ളാത്തവനാണ്, ഇനി ഒരു മരണം മാത്രമേ. എല്ലാവരോടും പറയും, നീ വീടിനടുത്ത് പോയിട്ട് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് ജീവിച്ചോ എന്ന് പറയും. കുടുംബവും ഇല്ലാതായി. അങ്ങനെ വന്ന് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കരൾ കൊടുക്കണം, അത് പറ്റും. ഞാൻ എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ കിട്ടട്ടെ, ഈ ജീവിതം കൊണ്ട് എന്താണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ലാസ്റ്റ് സമയമായി ഇവിടെ വരുന്ന ടൈമിലാണ് ഞാൻ പോയി എറണാകുളത്ത് പോയി ചെക്കപ്പൊക്കെ ചെയ്തു. അവർ പറഞ്ഞു ഓക്കെയാണ്, ബ്ലഡ് ഗ്രൂപ്പൊക്കെ നോക്കി ഓക്കെയാണ്. അങ്ങനെ വന്ന് എല്ലാ ചെക്കപ്പും ചെയ്ത് എല്ലാ ടെസ്റ്റിലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് എല്ലാം റിസൾട്ട് ചെയ്തു. ഈ റിസൾട്ട് വന്നപ്പോൾ എല്ലാം പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ലിവർ കൊടുക്കുന്ന ആൾക്കാരുടെ അറിയാം ഒത്തിരി ടെസ്റ്റുകളുണ്ട്, അത് മണിക്കൂറുകളോളം കിടക്കും. അല്ലെങ്കിൽ ഷുഗറിന് സ്ഥിരമായിട്ടാണ് ചെയ്തത്. അവസാനം ആണ് അവർ കണ്ടുപിടിക്കുന്നത് എൻ്റെ കരളിന് ഫാറ്റുണ്ട്, ഫാറ്റി ലിവർ, ലെവൽ 1 എന്ന് പറയും. അത് മാരകമല്ല, എന്നാൽ കുഴപ്പം. ഞാൻ അങ്ങനെ മദ്യപാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു കോംപ്ലിക്കേഷനായിട്ട് വന്നിട്ടില്ല, പുകവലിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് മാറ്റാൻ വേണ്ടി ജിമ്മിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ സന്ധിവാതം വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞു ജിമ്മിൽ പോകാൻ പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല. ഇത് രണ്ടും കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തി വലുതാണ്. ഞാനപ്പം കരൾ കൊടുക്കേണ്ടി വന്നില്ല, എന്നെ ജിമ്മിൽ കൊണ്ടുപോയി. ജിമ്മിൽ പോയപ്പോഴാണ് ഈ സഹോദരൻ കൃപാസന പത്രം തരുന്നത്. ഓർത്തോണം, എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ വന്നു, ജിമ്മിൽ പോയാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് 2-3 മാസം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. 2 മാസം കൊണ്ട് 10 കിലോ കുറച്ചു. അങ്ങനെ എന്നെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. എന്ത് മനുഷ്യരെ എന്നിൽ കണ്ടോ,
എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ദൈവം എന്നെ കൊണ്ട് ചെയ്തു. അതുപോലെ അങ്ങനെ അത്ഭുതകരമായിട്ട് എന്നെ നടത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമാണ്, എനിക്കൊരു വണ്ടിയില്ല. അപ്പോൾ ഈ കടം കയറി വല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാണ് ഒരു വാഹനത്തിന് വേണ്ടി ഇവിടെ കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടു. ഒരു സഹോദരി പറഞ്ഞു വാഹനമില്ലാത്ത സമയത്ത് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് മാതാവിൻ്റെ ഒരു ലോക്കറ്റ് കീ ചെയിൻ മേടിച്ചുകൊണ്ട് പോയി. ആ മകൾക്ക് അത്ഭുതകരമായിട്ട് ഒരു വാഹനം കൊടുത്തു, അമ്മയെ അനുഗ്രഹിച്ചത്. അപ്പം ഞാൻ കഴിഞ്ഞ 2023 ജനുവരിയിലാണ് ഇത് കേൾക്കുന്നത്. ആ ജനുവരിയിൽ ഇവിടെ വന്നപ്പം ഞാനും വിചാരിച്ചൊരു ലോക്കറ്റ് ഞാനും മേടിച്ച് കീ ചെയിൻ മേടിച്ചാൽ എന്താ. അപ്പോൾ ഒരു വാശിയല്ല നമുക്കത്. ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, മനുഷ്യരോട് ചോദിക്കുന്ന പോലെ കടം ചോദിക്കാൻ മടിക്കുന്ന പോലെ കടം ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറയാം, നമുക്കൊരു ലജ്ജ തോന്നത്തില്ല എന്നുപോലെ എല്ലാ മാതാവിനോട് തടുതടാൻ ചോദിക്കുന്നത് ശരിയല്ല. ഈശോയോടും ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഒരു വാഹനം തന്ന് അനുഗ്രഹിക്കണം, എനിക്കറിയില്ല, പറയാൻ പോലും നാണക്കേടാണ്, ദൈവത്തോടാണെന്ന് ഓർത്തോണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവ്. ഇവിടെ വന്നു ഞാൻ ലോക്കറ്റ് മേടിക്കുന്നിടത്ത് കീ ചെയിൻ മേടിക്കുന്നിടത്ത് നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ദൈവത്തെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഹിതമെങ്കിൽ എനിക്ക് യോഗ്യതയെങ്കിൽ ദൈവം എനിക്ക് ഒരുക്കി തരുമെന്ന്. ഞാൻ തിരിച്ചു പോയി. ആ മാസം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ UK എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അവർ പെന്തക്കോസ്തുകാരനാണ്. മാതാവിനെ വിളിക്കുന്നതൊന്നും അവർക്കറിയില്ല. ഞാനത് വെളിപ്പെടുത്തിയില്ല. അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു, ബ്രദറെ എന്താ പിന്നെ ഇങ്ങനെ ഒരു വാഹനമൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൈസ ഇല്ല, ബുദ്ധിമുട്ടാന്ന്. അങ്ങനെ പറയുമ്പോൾ ചുമ്മാ നോക്കാം ഏത് മോഡലാണ്. ഞാൻ ആക്റ്റീവ നോക്കി, മറ്റു വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ബൈക്കൊന്നും ഓടിക്കല്ലേ, ബൈക്ക് ഓടിച്ചാൽ ഭയങ്കര അപകടം, നിന്നെക്കൊണ്ട് പറ്റത്തില്ല. ആ ഒരു പോയിൻ്റ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കർത്താവേ, ഇവരൊക്കെ വഴിയെ പോകുന്നവർ വരെ എന്നോട് പറയാൻ തുടങ്ങി, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്, നിൻ്റെ മകനാണ്, എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്, മാതാവിൻ്റെ ഈശോയുടെ മകനാണെന്ന് വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം കർത്താവിൻ്റെ ക്രൂശെടുത്ത് എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പുറകെ നടക്കുന്നവനാണ് എൻ്റെ വിശ്വാസി, എൻ്റെ മകനെന്ന് ദൈവം വിളിക്കുന്നത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, നമുക്കതിന് സ്ട്രഗിളിങ് കൂടും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഞാനെങ്കിലും പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതം കൊണ്ട് ഇനിയും ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന വെറും ഒരു മുട്ടുവേദന മാറാനോ അല്ലെങ്കിൽ തലവേദന മാറുമ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നതല്ല. എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ജീവൻ തന്ന് രക്ഷിച്ചതാണ്. തളർന്ന് കടന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി അകന്നതാണ്. ഇതൊക്കെ സാക്ഷി പേപ്പറിൽ എഴുതാൻ സ്ഥലക്കുറവുകൊണ്ട് എഴുതാഞ്ഞതാണ്. നട്ടെല്ലിൻ്റെ കണ്ണി അകന്ന് ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ എന്നോട് ആമവാദം എന്ന് പറയും. അപ്പം എന്താ പറയുന്നത്, അതിന് കൂനിയേ നടക്കത്തുള്ളൂ, നൂരാൻ പറ്റത്തില്ല. അതല്ല എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി. ദൈവം ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പം എൻ്റെ ഈശോയുടെ കരങ്ങൾ എനിക്ക് അര മുതൽ കഴുത്ത് വരെ ഇങ്ങനെ അമക്കി. അത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നവർക്കറിയാം. കൈ വെച്ചിങ്ങനെ അമക്കുമ്പം എന്താണ് ഞാൻ മരിച്ചു പോകുമെന്നും പറഞ്ഞ് കിടന്ന എൻ്റെ ദൈവം എന്നെ നട്ടെല്ലിൻ്റെ കണ്ണി നേരെയാക്കി. ആ എക്സ്റേ എടുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്നെ ആരോഗ്യത്തോടെ ഇപ്പോഴും നടത്തുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ അമ്മ ഇപ്പോഴെനിക്ക് ആ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടെ വന്നപ്പോൾ ആ സഹോദരൻ പിന്നെയും വിളിച്ചു, വണ്ടി നോക്കിയോ? ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികമില്ല, ഇപ്പോഴേ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ പൈസ കൊണ്ട് ഞാൻ തരാം, എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പൈസ. ഞാനന്ന് കരഞ്ഞു, സന്തോഷം കൊണ്ട്. അവരുടെ മുന്നിലല്ല, കർത്താവിൻ്റെ മുന്നിൽ. എൻ്റെ 5 പൈസ ഇരിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് എന്നോട് തന്നെ വാഹനം മേടിക്കാൻ പറഞ്ഞത്. ആ മകൻ പൈസ അയച്ചു തന്നു. ഞാൻ വാഹനം മേടിച്ചു. ജനുവരി ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഫെബ്രുവരിയിൽ ഇവിടെ വന്നു. വാഹനം മേടിച്ചിട്ട് ഇവിടെ വന്ന് സഹോദരനോട് ചോദിച്ചു, ഇവിടെ വാഹനം വെഞ്ചരിക്കും അങ്ങനെയുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഇല്ല ബ്രദറെ, ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല എന്ന്. ആ സഹോദരൻ പറഞ്ഞു, ഓക്കെ. ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ മുന്നിൽ കീ ചെയിൻ മേടിച്ചു. അമ്മ തന്ന വാഹനവും ഒരു സിൽവർ ഗ്രേ ബ്ലാക്ക് ബ്ലൂ ഉള്ള ഒരു ബജാജിൻ്റെ വണ്ടിയാണ്, 125. അങ്ങനെ ബൈക്ക് ഓടിക്കാൻ എന്നെ നാട്ടുകാരും വീട്ടുകാരും ഡോക്ടർമാരും പറഞ്ഞ് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിടത്താണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയുന്നത്. ദൈവം ഒത്തിരി അത്ഭുതങ്ങളും അഭിഷേകങ്ങളും തന്നു. അതുപോലെ എൻ്റെ മകന് അസുഖം ഉണ്ടായിരുന്നു. മകന് കിഡ്നി സ്റ്റോണും അതുപോലെ ഒരു പൈൽസിൻ്റെ അസുഖം വർഷങ്ങളായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവനെ +1 പഠിക്കുന്ന. ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയും. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ തൈലവും ഉപ്പും കൊണ്ട് മകൻ്റെ തിരുവനന്തപുരത്താണ് അവന് ഭാര്യയുടെ കൂടെ. അപ്പം ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, വയറ്റിൽ പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു വെള്ളത്തിലിട്ട് കഴിക്കണം. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ദിവസം അവൻ പറഞ്ഞു, അച്ഛാ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ചുമ്മാതാ. ഡോക്ടർ ഇനി ചെക്കപ്പിന് ചെല്ലുമ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെങ്കിൽ പറയും, ഇന്ന് അത് അറിയാമെന്നും പറഞ്ഞ് തലേദിവസം ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും ടെൻഷൻ അടിക്കണ്ട, എൻ്റെ അമ്മ ഈശോയും നിന്നെ കാത്തു പരിപാലിക്കുക. അവൻ അത്രയും അറിയത്തില്ലെങ്കിലും ദൈവത്തെ ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ തളർന്ന് കിടന്ന് തുറന്ന് ജീവനോടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊച്ചാന്നേലും അവന് മനസ്സിലാവും. ഹല്ലേലൂയ, ആമേൻ, യേശുവേ നന്ദി, യേശുവേ മഹത്വം. അങ്ങനെ അവനെ
ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ അത്ഭുതകരമായിട്ട് അവന് സൗഖ്യം വന്നു. ഡോക്ടർ പറഞ്ഞു ഒന്നും വേണ്ട. ഇപ്പോഴും അവൻ പ്രാർത്ഥിക്കും. ഞാൻ കൊന്ത കൊടുത്തായിരുന്നു. അവൻ പരീക്ഷയ്ക്ക് പോയി, പഠിക്കാൻ ഇച്ചിരി ഡള്ളായി നിന്ന മകന് നല്ലപോലെ പഠിക്കുന്നു, കുഴപ്പമില്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞ ദിവസം ജയിച്ചു. ഇപ്പം +1 അവിടെ അഡ്മിഷൻ കിട്ടി. അതുപോലെ അഡ്മിഷൻ കിട്ടുമ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പലരും പറഞ്ഞ് അഡ്മിഷൻ കിട്ടാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി മുടക്കണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടത്തില്ല, കാരണം ഭാര്യയും ഭർത്താവും രണ്ടായി. അവൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്ന, അച്ഛനും അമ്മയും അവൻ്റെ കയ്യിലില്ല, അടുത്തില്ല. അങ്ങനെ വരുമ്പോൾ അവൻ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, നിന്നെ അറിഞ്ഞവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകുന്നില്ലെന്ന് ആ വചനം പറയുന്നത്. ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ എൻ്റെ മകനെ നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു. അതുപോലെ അവനെ ബലപ്പെടുത്തി. ദൈവം അവനെ രക്ഷിക്കുന്നത് ഞാൻ കണ്ടതാണ്. അവനെ ചേർത്ത് പിടി. അങ്ങനെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് മാനസികമായിട്ട് ഇച്ചിരി പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞ് മനസ്സം വന്ന് അവൻ്റെ അമ്മൂമ്മ, അതായത് എൻ്റെ മുൻ ഭാര്യയുടെ അമ്മ, അവരുമായിട്ട് ഞാൻ സംസാരിച്ച് എന്താണ് കുഴപ്പം. അപ്പം അവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അവൻ ദേഷ്യമാണ്, എല്ലപ്പോഴും ദേഷ്യം, പഠിക്കാൻ എന്തോ മടിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് സംസാരിച്ചു. അവനെന്തോ ഒരു വിഷമം, അസ്വസ്ഥതയുണ്ട്, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥ. എന്നോട് പറഞ്ഞ് എനിക്ക് ആരുമില്ല, ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെയൊന്നും പറയില്ല, അച്ഛനെ ഇവിടെ വരണം, എനിക്ക് അവിടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഇവിടെ അച്ഛനെ കാണാൻ വന്നായിരുന്നു, അച്ഛനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കാര്യമേ ഉള്ളൂ, അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അവിടെ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെയുള്ള, ഞാൻ ജോലി ചെയ്യുന്നിടത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സാറ്, അത് പ്രായമുള്ള മനുഷ്യൻ, ആ അപ്പച്ചനെ ഇതുപോലെ കേൾക്കുമല്ലോ എന്ന് ഞാൻ പറമ്പിൽ പോയി. വലിയ ഒത്തിരി പറമ്പുണ്ട്, അവിടെ പറമ്പിൽ പോയി ഇരുട്ടത്തെ രാത്രി നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തുകൊണ്ടായില്ല, ഞാൻ എങ്ങോട്ടേലും പോയേനെ എൻ്റെ മാതാവ് എന്ന് പറഞ്ഞു. എൻ്റെ തലമുറ ഇല്ലാതായിട്ട് വേണ്ട, ഒന്നീ അവൻ്റെ ജീവൻ അങ്ങ് എടുത്തോണം, അവനെ ഒരു പാഴും ഇതായിട്ട് മോശപ്പെട്ടവനായി എൻ്റെ മുന്നേ നിർത്തരുത്, എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞ് എന്നെ വിളിച്ചവൻ്റെ തലമുറയൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന്. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തെറ്റ് ചെയ്തു. ഒരു തന്നെത്താൻ നെഞ്ചത്ത് അടിച്ചു. ഞാൻ എനിക്ക് സഹിക്കാൻ വയ്യ, ആരുണ്ട് എനിക്ക് പറയാൻ. അവസാന അത്താണിയാണ് എൻ്റെ അമ്മ ഈശോയി, അല്ലാതെ എനിക്ക് ആരുമില്ല, ഒരു മനുഷ്യകരമില്ല. എല്ലാവരും എന്നോട് വെറുത്തിരിക്കുന്ന ഇപ്പോഴും അങ്ങനെയാണ്. കുറച്ച് പേര് സംസാരിക്കും, അതായത് എന്താ പറയുന്നത്, അവർ ഈ ഗോവിന്ദചാമിയൊക്കെ ഇതിനെക്കാട്ടി ബഹുമാനിക്കുന്ന നാടാണ്, എങ്കിലും എന്നെ അതിലും മോശമായിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം എന്നോട്. എന്താണ് കാരണം? എൻ്റെ കർത്താവിനെ, സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അതൊന്നും വിഷയമല്ല. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനുഷ്യരുടെ കരമല്ല, ഈശോയുടെ കരം എപ്പോഴും ഉണ്ട്. അത് ഈ ഭൗതികമായി കിട്ടിയതുകൊണ്ട് മാത്രമല്ല. ഇത്രയും വർഷം 2017 മുതൽ ഇന്നിവിടെ നിൽക്കുന്ന നിമിഷം വരെയും ദൈവം എൻ്റെ കൂടെ ഒപ്പമുണ്ട്. എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമൂഹത്തെ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രതികൂലം വന്നാൽ എന്ത് ചെയ്യും? ഒന്നീ ആ മദ്യപാനിയാവും, ഇല്ലേ ആത്മഹത്യ ചെയ്യും. ഇതല്ലയോ? ഞാൻ പലവട്ടം അതിന് നോക്കിയിട്ടുണ്ട്. എന്നാലും ദൈവനാമം ദൂഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ പുറമോട്ട് മാറി. എൻ്റെ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നിരുന്നു. ഇപ്പം മനസ്സ് ഭാരമില്ല, കാരണം ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ വെറുത്തവരും എന്നെ നിന്ദിച്ചവരും. അത് ചെറിയ കാര്യമല്ല, അതെൻ്റെ കഴിവല്ല. ഞാനിങ്ങനെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ പറയും, പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ ചെയ്യാറുണ്ട്. പ്രാർത്ഥിച്ചു, മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു. എൻ്റെ മകന് ഇങ്ങനെ വന്ന് വിഷമിച്ചപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. വന്നൊരു ദർശനം കണ്ടു. എൻ്റെ മാതാവ് നടന്നു വന്ന് എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് തിരിച്ചു നടക്കുന്നത് കണ്ടു. എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് മനസ്സിന് സമാധാനമുണ്ട്. എൻ്റെ മാതാവ് ഒപ്പമുണ്ട്. മകന് നല്ല പരിപൂർണമായിട്ടും നല്ല മൈൻഡോട് ജീവിക്കുന്നു, ആശ്വാസമുണ്ട്, പഠിക്കാനും മിടുക്കനാണ്. അങ്ങനെ ഒത്തിരി കൃപകൾ തന്നെ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്ന അടുത്ത സാക്ഷ്യത്തെ കൂടുതൽ പറയാം. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ത്രേക ദൈവത്തിനും ദൈവമാതാവിനും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശ്രീകുമാർ എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറെ ക്ലേശത്തിലൂടെ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അമ്മയിൽ കൂടുതൽ ശരണപ്പെടുകയും അത് രോഗസൗഖ്യമായും വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അവസരങ്ങളായും ജീവിതത്തെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയിൽ പങ്കുചേർന്നുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയുടെ നല്ല സാക്ഷിയായും ജീവിക്കുവാൻ ഈ മകനെ അനുഗ്രഹിച്ചതും അനുവദിച്ചതുമാണ് നമ്മളോട് പങ്കുവയ്ക്കുക. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഓന വർഗീസ്. ഞങ്ങൾ ഫാമിലിയായിട്ട് UK താമസിക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് മിഥുൻ ജോർജ്. മക്കളാണ് ലിയോൺ ആൻഡ് ലൈറിൻ. ഞങ്ങൾ കോതമംഗലം കോഴിപ്പള്ളി ലിറ്റിൽ ഫ്ലവർ ഇടവക അംഗങ്ങളാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ UK ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായ 2 വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നത്. പക്ഷെ അന്ന്
എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അനുഭവങ്ങളും കിട്ടിയില്ല. എന്നാലും വന്നതല്ലേ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള വളരെ ലാഘവത്തോടെ എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ തുടരുകയോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 2022 ജനുവരി മാസത്തിൽ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ കുടുംബമായിട്ട് UK മാതാവ് എത്തിച്ചു. സ്റ്റുഡൻറ്റ് വിസയിലാണ് ആദ്യം പോയത്. പക്ഷേ സ്റ്റുഡൻറ്റ് പീരീഡിലായിരിക്കെ തന്നെ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണയിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത്. 2023 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. പക്ഷേ ആ ജോലി എനിക്ക് തുടരാനായിട്ട് സാധിച്ചില്ല. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് എൻ്റെ സ്പോൺസർഷിപ്പ് വിഡ്രോവലായി. അപ്പോൾ ഇനി എങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് UK എത്തിയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരവസരത്തിൽ ഞാൻ ഓർത്തത് ഉടമ്പടിയെക്കുറിച്ച്, കൃപാസനത്തിനെക്കുറിച്ച്. ഓൺലൈനിൽ കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ് വീണ്ടും ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയും വിസയില്ലാത്ത അവസ്ഥയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ആയിരിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ച ആ സമയത്ത് തന്നെ എൻ്റെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരികയാണ്, ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വേക്കൻസി ഉണ്ട്, എനിക്കത് അപ്ലൈ ചെയ്താൽ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അത് എന്നെ ഒരുപാട് നാളുകളായിട്ട് എന്നെ വിളിക്കുകയോ കോൺടാക്റ്റിലുണ്ടാകാതെ ഇടുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് യാദൃശ്ചികമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ശക്തമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാതെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ അടയാളമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ പോവുകയും അവിടെ എൻ്റെ ഒരു CV ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ മാനേജർ ഭയങ്കര കൈൻഡായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടു, ഉറപ്പായിട്ടും നിന്നെ വിളിക്കാം. പക്ഷേ പിന്നീട് ഒരു 2-3 ആഴ്ചയായിട്ടും എനിക്ക് യാതൊരുവിധ അപ്ഡേറ്റ്സും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു, ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തമായിട്ട് ആഴപ്പെടാനായിട്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും അവിടുന്ന് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഞാൻ അവിടെ വീണ്ടും പോയി അന്വേഷിച്ചു. അപ്പോൾ വേറൊരു മാനേജർ എന്നെ വിളിക്കാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീടും നിരാശയാണ് ഉണ്ടായത്. ആ മാനേജറും മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ലീവ് എടുത്ത് അവിടുന്ന് മാറിപ്പോയി. പിന്നീട് 2-3 മാസത്തോളം എനിക്ക് യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായില്ല. വേറെ ജോലികളിലൊന്നും എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതൊന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എൻ്റെ പാരൻസ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഡാഡി ഇവിടെ ഉടമ്പടി തുടങ്ങി പ്രാർത്ഥിച്ചു. അവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു 3 മാസത്തിന് ശേഷം അതേ മാനേജർ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടായി. പക്ഷേ അവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞെങ്കിലും എനിക്കവിടെ പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ആ ഒരു സമയത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാര്യം അവരുടെ ക്യൂവിൽ ഒരുപാട് പേര് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുക, അവിടുത്തെ ആ ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് പിന്നീട് തരാൻ പറ്റും. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അമ്മ മാതാവ് അത് തരാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പാർട്ട് ടൈം ജോലി 20 hours a week അത് മാത്രമായിരുന്നു അന്നേരം എനിക്ക് കിട്ടിയ ജോലി. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 2 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വളരെ സങ്കടകരമായിട്ട് ആ ജോലിയും എനിക്ക് നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എൻ്റെ പ്രീവിയസ് ഉണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് വിഡ്രോ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു 3-4 മാസമായിട്ടുണ്ടായിരുന്നു. UK നിയമം അനുസരിച്ച് ഒരു 60 ദിവസമാണ് നമ്മുടെ പഴയ സ്പോൺസർഷിപ്പ് വിഡ്രോവലിന് ശേഷം UK നമുക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ ഉള്ള ഒരു അർഹതയുള്ളൂ. പക്ഷേ എനിക്കറിയില്ല, ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടും UK ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് യാതൊരുവിധ മെയിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നില്ല. സാധാരണ എല്ലാവർക്കും ഒരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൊടുത്തിട്ട് 60 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ജോലി കണ്ടുപിടിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പക്ഷം UK നമ്മൾ തിരിച്ചു പോരേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ല.
ഈ കമ്പനിയിലെ ഈ മാനേജ്മെൻറ്റും അവരുടെ ലീഗൽ അഡ്വൈസേഴ്സും എന്നോട് പറഞ്ഞു, നിനക്ക് സ്റ്റിൽ UK വർക്ക് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നിൻ്റെ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വയം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ അയക്കുകയാണ്. എൻ്റെ സ്പോൺസർഷിപ്പ് ഒരു 4-5 മാസം ജൂലൈയിൽ വിഡ്രോ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മെയിലും റിസീവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്റ്റിൽ ഇവിടെ ലീഗലി റൈറ്റ് ടു ലീവ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെയിൽ അവർക്ക് അയച്ചു. സാധാരണ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. എപ്പോഴാണോ മെയിൽ വരുന്നത് അത്രയും നാളും അവിടെ പിടിച്ചു നിൽക്കാനേ നോക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത്ര വിശ്വാസമായിരുന്നു. അമ്മ മാതാവ് എന്നെ കൈവിടില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ വിസ വിഡ്രോവലായി എന്നുള്ളത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ അവർ എനിക്ക് തിരിച്ച് മെയിൽ അയക്കുന്നത്, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്, നിൻ്റെ പഴയ സ്പോൺസർഷിപ്പ് കഴിഞ്ഞ ജൂലൈയിൽ വിഡ്രോവൽ ചെയ്തതാണ് പ്രീവിയസ് എംപ്ലോയർ, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്. പക്ഷേ ഞങ്ങൾ നിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ നീ ഇപ്പോഴും ഇവിടെ UK ലിവ് ചെയ്യാനായിട്ട് നിനക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിൽ മതിയാകുമായിരുന്നു എനിക്ക് ഈ പറയുന്ന കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാനായിട്ട്. ഞാൻ ആ മെയിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഞാനിവിടെ എനിക്കിവിടെ താമസിക്കാനും ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള ഒരു പ്രൂഫായിരുന്നു ആ മെയിൽ. പക്ഷെ വീണ്ടും ആ കമ്പനി ആ മെയിലും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഫൈനലി എനിക്കൊരു മെയിൽ അയച്ചു. നീ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് അല്ല ഈ മെയിലിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിൻ്റെ ആപ്ലിക്കേഷൻ സ്പോൺസർഷിപ്പിനുള്ള നിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ എനിക്ക് റിസീവ് ചെയ്തു. അതോടെ ഞാൻ തീരുമാനിച്ചു, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇനി അവിടെ ഒരു കാര്യം, ഈ 6 മാസത്തോളവും ഞാൻ ഈ ഒരു കമ്പനി എനിക്ക് ജോലി തരും, ഇവർക്ക് ഈ ഒരു പേപ്പർ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. വേറെ ജോലികൾ സെർച്ച് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ജോലിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും ഈ ഒരു 6 മാസത്തിനുള്ളിൽ ട്രൈ ചെയ്തുമില്ല. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചു. ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഫൈനൽ മെയിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു, ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞാൻ പേരൻസിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഇനി പറ്റില്ല. അപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ എക്സോസ്റ്റഡ് ആയിരുന്നു. കുട്ടികളും ഒക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ എത്തി. പ്രത്യേകിച്ച് എൻ്റെ മോളൊക്കെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലായി. കാര്യം എന്നും അവൾ കാണുന്നത് അവളുടെ പപ്പയും അമ്മയും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്, എന്നും സങ്കടപ്പെടുന്നതാണ്. അപ്പോൾ അവരും മനസ്സുകൊണ്ട് മടുത്തു. അവർക്കും എങ്ങനെയെങ്കിലും തിരിച്ചു പോന്നാൽ മതി, നാട്ടിൽ വന്നാൽ മതി എന്നായി. ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ നാട്ടിലേക്ക് പോരാനുള്ള, നാട്ടിൽ വന്നിട്ട് താമസിക്കാനുള്ള വീട് ശരിയാക്കുന്നു, ഞങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യുന്നു, അങ്ങനെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് യാതൊരു മുൻ പരിചയവുമില്ലാത്ത അവിടുത്തെ പ്രെയർ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് അഭിഷേകാഗ്നിയുടെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ആൻറ്റി, സരാം ആൻറ്റി എന്നോട് പറഞ്ഞു, ഇന്നൊരു സ്ഥലത്ത് നിനക്കൊരു ജോലിക്കുള്ള സാധ്യത ഞാൻ കാണുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ബാക്കിയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, പരിശുദ്ധ അമ്മ വഴി നടത്തുന്ന പോലെ വരട്ടെ, പോകാനാണ് ഈശോയുടെ ഇഷ്ടമെങ്കിൽ അതിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈശോയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനിനി ഒരിക്കലും വാശി പിടിക്കില്ല. അപ്പോൾ ലാസ്റ്റ് ട്രൈ എന്ന പോലെ ഞാൻ ഇവർ പറഞ്ഞ ഈ സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ എനിക്ക് COS അവിടെ നിന്ന് കിട്ടുകയാണ്. ഇതിന് മുന്നേ കണ്ട് പരിചയമില്ല, കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥലം, ആളുകൾ, പക്ഷേ ഒരു നിബന്ധനകളും ഇല്ലാതെ എനിക്ക് COS കിട്ടി. എൻ്റെ റെഫറൻസിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വിത്തിൻ 1 വീക്ക് എൻ്റെ വിസ ശരിയായി, എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഡേറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ ഇവരുടെ വിസയും വെച്ചു. ഇവരും പഴയ വിസ ലീഗലി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും വിസ വേണം. അപ്പോഴും റൂൾസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് തടസ്സങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ, ഞങ്ങൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചതിൻ്റെ ആ ഒരു കാരുണ്യം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇവരുടെ വിസയും അന്ന് എന്നാണോ അപ്ലൈ ചെയ്തത് അന്ന് തന്നെ ഇവരുടെ വിസയും ശരിയായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ജോലി സ്ഥലത്തും എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ശക്തിപ്പെടുത്തുന്നു. അത് സാഹചര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചു പോരുന്നു. ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ അവസാനത്തെ ഒരു നിയോഗമായിട്ട്, 5ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെറുതെ എഴുതി ചേർത്തൊരു നിയോഗമാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു വീടിന് വേണ്ടിയിട്ട് സ്വപ്നം കാണാനോ വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും അവിടെ എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക, അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ വെറുതെ ഞാൻ എഴുതി ചേർത്ത ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്നുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് കൺസിഡർ ചെയ്തു. ഈ പ്രാവശ്യം ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചിരിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭവനം നൽകി 16 വർഷത്തെ ഞങ്ങളുടെ വാടക വീട്ടിലെ ജീവിതത്തിന് സന്തോഷമായിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. ഒത്തിരി ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും. ഹസ്ബൻഡ് അതുപോലെ എനിക്ക് ജോലി കിട്ടി. ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എനിക്ക് അവിടേക്ക് പോകാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞ കാര്യം. ഹസ്ബൻഡിന് പുതിയ ജോലി കണ്ടുപിടിക്കണം, മക്കൾക്ക് പുതിയ സ്കൂൾ കണ്ടുപിടിക്കണം, താമസിക്കാനുള്ള വീട് കണ്ടുപിടിക്കണം. ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, മെൻ്റലി ഫിസിക്കലി ഒക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് അറിയില്ലാതെ, പക്ഷേ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പറയുന്ന സ്ഥലമാണ്, പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന സ്ഥലമാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, അമ്മയുടെ കൈ പിടിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. പക്ഷേ അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ഭവനം അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ലാത്തൊരു ഫാമിലി ആയിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന. വളരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ സ്കൂള് അമ്മ ഒരുക്കി തന്നു. ഹസ്ബൻഡിൻ്റെ ജോലി ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ല എങ്കിൽ കൂടി വളരെ നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് ഷെഫായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാക്കി. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് സമൃദ്ധി നിറഞ്ഞൊരു ജീവിതം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ആ കുറച്ച് നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾസിനൊക്കെ സമ്മാനമായിട്ട് ഒരു സ്ട്രഗിൾസും ഇല്ലാത്ത സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങിത്തന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സ്റ്റാറ്റസ് സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അനേകം പേര് അത് നോട്ട് ചെയ്യുകയും എന്നോട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് UK കുറേയധികം പാക്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ഇവരെ കൊണ്ട് കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷ് പീപ്പിളിനും മലയാളികളായിട്ടുള്ളവർക്കും ഒക്കെ ഇത് കൊടുത്ത് കൃപാസനത്തെ പറ്റി സംസാരിക്കുകയും പരിശുദ്ധ അമ്മയുടെ കുറേ അധികം മെഡൽസ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാർക്കൊക്കെ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മെഡൽ കിട്ടുന്നവർ. അത് വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും അപ്പോൾ ഞാൻ അമ്മയുടെ പാരിഷിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ
ഒത്തിരി അധികം ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഉടമ്പടി കാലഘട്ടം. ഞങ്ങൾ ഫാമിലിയായിട്ട്, എൻ്റെ മാത്രമല്ല കുഞ്ഞുങ്ങളാണെങ്കിലും ഒരുപാട് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ, എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് ചോദിച്ച് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു വാങ്ങിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് മാത്സ് ആണെങ്കിലും ഞങ്ങൾ 45 മിനിറ്റ് നടന്ന് വേണമായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് പള്ളിയിൽ പോകാൻ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വരുമായിരുന്നു. സ്കൂൾ ഇല്ലാത്ത എല്ലാ ദിവസവും, വെക്കേഷൻ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊണ്ടു. കുടുംബ പ്രാർത്ഥന, പ്രതീക്ഷീകരണ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാത്തിലും നന്നായിട്ട് സമർപ്പണത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വായന, കുടുംബ പ്രാർത്ഥന, കൊന്ത എല്ലാം ഉണ്ട്. ഈ കൊന്ത ഞാൻ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കും. ഒരിക്കലും ഇത് കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ആ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ കൊന്ത കയ്യിൽ പിടിക്കുമ്പോൾ. ഈ കൊന്ത പിടിച്ചാണ് ഞാൻ അവിടെ സർവൈവ് ചെയ്തത്. പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 94:18. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്നു. ഒന വർഗീസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ കൂടി ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം വീഴാൻ പോകുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ആ നിമിഷങ്ങളിലെല്ലാം ഈശോയും അമ്മയും കാൽ വഴുതാതെ ഇവരെ പിടിച്ചു നിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഒരനുഭവമായാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. ഇവർ പറഞ്ഞ സാക്ഷ്യത്തിൽ തുടക്കത്തിൽ ഇവർ പറഞ്ഞു, ജോലിയില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി എടുത്ത് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത ആ നിമിഷം തന്നെയാണ് ഒരു യാദൃശ്യമായി ഒരു മെസ്സേജ് വരികയും വളരെ കാലം ഒരു കോണ്ടാക്റ്റുമില്ലാത്ത ഒരു ഫ്രണ്ടിൽ നിന്നാണ് ഒരു ജോലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുകയും പിന്നെ അവിടെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തത്. ഓരോ പ്രാവശ്യവും പല രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയായാലും തീർത്ഥാടന ഉടമ്പടിയായാലും ആ എടുത്ത നിമിഷം തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് ഇവിടെ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ, കഷ്ടതകളുടെ നിമിഷങ്ങളിൽ കൃപാസന അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മെ കരം പിടിച്ച് പരിശുദ്ധ ദൈവസ്നേഹത്തിൻ്റെ കൃപയിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാല് വഴുതുമ്പോൾ നമ്മെ സ്നേഹത്തോടെ പിടിച്ച് കർത്താവിൻ്റെ കൃപയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ മുന്നോട്ട് നയിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കന്യക മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് നന്ദി ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് തിരുക്കുമാരനോടും കൃപാസനം പ്രസാദവര മാതാവിനോടും ഞങ്ങളുടെ നന്ദി ഏറ്റുപറയുന്നു. എൻ്റെ പേര് ജയൻ റപ്പായി. ഇതെൻ്റെ വൈഫ് നിഷ ജയൻ, എൻ്റെ മോൻ ആൽവിൻ ജയൻ. ഞങ്ങളുടെ സാക്ഷ്യത്തിന് 2 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ട് ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ അറിയാതിരുന്ന സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട ആരാധനയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ മാരകമായ 4th സ്റ്റേജ് ഉണ്ടായിരുന്ന ക്യാൻസർ രോഗം മാറി സുഖപ്പെട്ടതിനെ പറ്റിയുള്ള സാക്ഷ്യം. രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്ത 6 നിയോഗങ്ങളും ഒന്നൊന്നായി മാതാവ് 6 മാസം കൊണ്ട് നടത്തി തന്ന സാക്ഷ്യം. ഇങ്ങനെ 2 ഭാഗത്താണ് ഞങ്ങൾ സാക്ഷ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഡെസിഗ്നേഷൻ ഇപ്പോൾ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് എന്നാണ്. ഞാൻ ഇപ്പോൾ ഒരു ഗോവയിലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അസോസിയേറ്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുക. ഞാനിതുവരെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. UK, USA, ബെൽജിയം, യൂറോപ്പ്, പിന്നെ ഇന്ത്യയിലെ ബാംഗ്ലൂർ, അഹമ്മദാബാദ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ R&D ഫീൽഡിൽ സയൻറ്റിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനികളിൽ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ച ആസ്ട്രജെനേക്ക, ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ ഫൈസർ. നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകളും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പല മരുന്നുകളും ആദ്യം കടന്നുപോയത് എൻ്റെ കൈകളിൽ കൂടെയാണ്. കാരണം ഒരു മരുന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വരണമെങ്കിൽ 10 വർഷമെങ്കിലും പിടിക്കും.
ആ 10 വർഷത്തെ റിസർച്ച് നടത്തി കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരിക. ഞാൻ ആ 10 വർഷത്തിൽ പല ഫീൽഡുകളാണ്, ഡിസ്കവറി, പ്രോസസ് R&D, കമേഴ്സ്യലൈസേഷൻ, ഈ എല്ലാ ഫീൽഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നോബൽ പ്രൈസ് ലോറേറ്റുകളുടെ ലാബിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ ഒരു 2018 ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടെ സെറ്റിലായി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബാംഗ്ലൂരിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ R&D സെൻറ്ററിൽ. വൈഫ് വർക്ക് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനിയായ മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റിലാണ് IT-യിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരു ദിവസം അവൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ തലകറങ്ങി താഴെ വീണു. ഞങ്ങൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വൈറ്റമിൻ D ഡെഫിഷ്യൻസി ആണെന്ന്. ഞങ്ങൾ വിചാരിച്ചു ശരിയാണ്, കാരണം കോവിഡിൻ്റെ 2 മാസം അവൾ 2 കൊല്ലം അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വൈറ്റമിൻ D മരുന്നുകളെടുത്തു, ഒരു കുറവും വന്നില്ല. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള നാരായണ ഹൃദയാലയയിൽ പോയി. അവിടെ ചെന്ന് ECG ചെക്ക് ചെയ്തപ്പോൾ ECGയിൽ വേരിയേഷൻ. അവർ MRI സ്കാൻ ചെയ്തു. പിന്നെ അതോടുകൂടെ ഞങ്ങളുടെ ജീവിതമാകെ മാറി മറിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു അത് ഫൈബ്രോയിഡ് ആണെന്ന്, പിന്നെ പറഞ്ഞു ലിംബ് നോഡാണെന്ന്, അവസാനം അവർ പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന്. അങ്ങനെ അന്ന് ഞാൻ ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ മോളിക്കൂളുകളും ഓൺകോളജിയുടെ, അതായത് ക്യാൻസറിനുള്ള മോളിക്കൂൾക്ക് കണ്ടുപിടുത്തതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പെറ്റ് സ്കാൻ എന്നവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നു. പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ തല മുതൽ പാദം വരെ എല്ലായിടത്തും ക്യാൻസർ. തലയിൽ ക്യാൻസർ, ബ്രെയിനിൽ ക്യാൻസർ, തോളത്ത് ക്യാൻസർ, ലങ്സിൽ ക്യാൻസർ, വയറ്റിൽ യൂട്രസിൽ ഫൈബ്രോയിഡ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ മാറി മറിയായിരുന്നു. ഞാൻ അവിടുത്തെ ബാംഗ്ലൂർ പള്ളിയിലെ കാറ്റഗിസത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പല രാജ്യങ്ങളിലും കാറ്റഗിസം പഠിപ്പിക്കും. ഞങ്ങളുടെ ജീവിതം എപ്പോഴും പള്ളിയോട് വളരെ അടുത്തായിരുന്നു. പള്ളി, കുടുംബം, ജോലി, ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ലോകമുണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലുള്ള ദുശ്ശീലങ്ങളും ഞങ്ങൾ ചെയ്യാതിരുന്നില്ല. മദ്യപിക്കുകയോ കുടിക്കുകയോ പുകവലിക്കുകയോ യാതൊരു ഒരു ദുശ്ശീലം ഞങ്ങൾക്കില്ല. പെട്ടെന്നൊരു ദിവസം ക്യാൻസർ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വൈ മീ ഗോഡ്? എന്തുകൊണ്ട് ദൈവം നീ എന്നോട് ഇങ്ങനെ ചെയ്തു? ഇതായിരുന്നു ഞാൻ ആദ്യമായി ദൈവത്തിനോട് ചോദിച്ച ചോദ്യം. അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു. പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കൽ ഇമേജ് മാത്രമാണ്. അൾട്ടിമേറ്റ് ഐ എം ഗോയിങ് ടു കം ബൈ ബയോപ്സി ഓൺലി. ബയോപ്സി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് വേണ്ടി ഇവിടെ നിഷയുടെ ലങ്സ് നിന്ന് സെൽസ് എടുത്തു. അങ്ങനെ ബയോപ്സിക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു. ബയോപ്സിക്ക് ഞങ്ങൾ 3 ദിവസം കാത്തിരിക്കണം റിസൾട്ട് വരാൻ വേണ്ടി. അതിനിടയ്ക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു ഒരു പോസിറ്റീവ് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ക്ലിനിക്കൽ ഇമേജസും ഈ CT സ്കാൻ ഇമേജസും ക്യാൻസറിൻ്റെ CT സ്കാൻ ഇമേജസും ഓൾമോസ്റ്റ് സിമിലർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൺഫർമേഷൻ ഓൺലി ബൈ ബയോപ്സി. അപ്പോൾ അവർ TBക്കുള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, ചെക്കിങ് ടെസ്റ്റ്. നിങ്ങൾക്കറിയാം, TB വന്നവർക്ക് അറിയാം. അത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു മരുന്ന് ഇവിടെ ഇഞ്ചക്ട് ചെയ്യും. ഒരു 2 or 4 hours ഉള്ളിൽ കൈയിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് പൊന്തി വരും. അതാണ് TBക്കുള്ള പോസിറ്റീവ് ടെസ്റ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞു. 24 മണിക്കൂർ വരെ ഞങ്ങൾ കാത്തിരുന്നു. സ്വെല്ലിങ് വന്നില്ല. അതോടെ ഞങ്ങളുടെ ആ സ്വപ്നവും പോസിറ്റീവായിട്ട് ഞങ്ങൾ ആഗ്രഹം മാറി. ഞങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് TB വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2010 ഞാൻ വർക്ക് ചെയ്ത 2 കൊല്ലം ഞാൻ വർക്ക് ചെയ്ത മോളിക്കൂൾ TBക്കുള്ള മരുന്നാണ്. അത് മരുന്ന് ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് എക്സ്ട്രാ ഡ്രഗ് റെസിസ്റ്റൻറ്റ് മരുന്നെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കറിയാം TBക്ക് മരുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ക്യാൻസറിനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു, ഡോക്ടറെ എന്താണ് ചാൻസ് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നൗ ദ ടെക്നോളജി ഈസ് വെരി മച്ച് അഡ്വാൻസ്, ഐ ക്യാൻ ഡു സംതിങ്. ഞാൻ ഡോക്ടർ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ മുകളിൽ കുറേ മരുന്നുകളുടെ പേര് വെച്ചിട്ടുണ്ട്. എല്ലാ മരുന്നുകളും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളാണ്. ഞാൻ കണ്ടുപിടിച്ച ടീമുകൾ, ആ ടീമുകൾ ഞാൻ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഈ ഇരിക്കുന്ന മരുന്നുകൾ പലതും എൻ്റെ കൈകളിലൂടെ പോയ മരുന്നാണ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ പറയാം ടെക്നോളജി ഈസ് വെരി ഹൈ, നൗ ഐ ക്യാൻ എക്സ്റ്റെൻഡ് യുവർ ലൈഫ് ബൈ 5 to 10 years. അതായത് അവളുടെ ലൈഫ് ഞാൻ 5 തൊട്ട് 10 കൊല്ലം വരെ നീട്ടിത്തരാം. കാരണം ഇത് അഡ്വാൻസ് സ്റ്റേജാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവാർഡുകൾ വാരിക്കൂട്ടി ഇൻ്റർനാഷണൽ ജേർണലുകളിൽ 8ഓളം പേപ്പറുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ വെറുതെ ആയിപ്പോയി. ഇതുവരെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ആകെ എൻ്റെ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രം. എൻ്റെ വൈഫിനൊരു അസുഖം വന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മരുന്നുകൾ കൊണ്ട് ഒരു ഉപയോഗമല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ ഒരു 10 മണിയായി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവർ പറഞ്ഞു ബയോപ്സി റിപ്പോർട്ട് വരും. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. ഞാൻ യൂട്യൂബിൽ കൃപ എന്ന് ടൈപ്പ് ചെയ്തു. അസത്തിൽ ഞാൻ കൃപ ടൈപ്പ് ചെയ്ത് കൃപാസനായിരുന്നില്ല. ഞാൻ ഡൊമിനിക് അച്ഛൻ്റെ കൃപാഭിഷേകം ധ്യാനത്തിന് ടൈപ്പ് ചെയ്തത്. പക്ഷേ കൃപ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ഒരു ആരാധന വരുന്നു. അന്ന് ജോസഫ് അച്ഛൻ ആരാധന എനിക്കറിയില്ല. ജോസഫ് അച്ഛൻ്റെ ആരാധന നടക്കുക. ആരാധനയുടെ ഒപ്പം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിലെ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വാക്ക് മാറാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോകത്തിലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു, ബയോപ്സി റിപ്പോർട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ്, നോ ക്യാൻസർ, ബട്ട് യു ഹാവ് TB നൗ. പിറ്റേ ദിവസം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൈൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തു വന്നിരിക്കുന്നു. സാധാരണ 24 മണിക്കൂർ വരെ TB പോസിറ്റീവ്. ഒരു ആരാധനയിൽ എൻ്റെ മാതാവ് ക്യാൻസറിനെ മാറ്റി TB ആക്കി തന്നു ഞങ്ങൾക്ക്. അങ്ങനെ 6 മാസം കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. 2 മാസം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സംശയമാവാൻ തുടങ്ങി. ഡിസ്ചാർജ് ചെയ്തു. അത് ശരിക്കും ഡോക്ടർ പറഞ്ഞ് ശരിയാണോ, ഇനി ഡോക്ടർ തെറ്റിയതാവോ? കാരണം ഐ എം സീയിങ് ദാറ്റ് ക്ലിനിക്കൽ CT സ്കാൻ റിപ്പോർട്ട് ഇസ് കംപ്ലീറ്റ്ലി വിത്തൗട്ട് മൾട്ടിപ്പിൾ ട്യൂമർ ഓൺലി.
അപ്പോൾ ഞങ്ങൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കവിത, ആ ഡോക്ടറും നാരായണയിലത്തെ ഡോക്ടറും ക്ലാസ്മേറ്റ്സാണ്. ആ ഡോക്ടർ ഞങ്ങളുടെ മുമ്പിലിരുന്ന് പറയാം, നോക്കൂ ഞങ്ങളുടെ മുമ്പിൽ നിൻ്റെ പേഷ്യൻറ്റ് വന്നിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് TB ആണ്, ഇത് ക്യാൻസർ തന്നെ ആവാനുള്ള സാധ്യത എന്ന്. അപ്പോൾ നാരായണ ഡോക്ടർ പറയാം, അത് ശരി, എനിക്കും അറിയാം അത് ക്യാൻസർ ആണെന്ന്, പക്ഷേ ഞാൻ TB ആണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സന്തോഷം കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം അവർ 2 മാസം കഴിഞ്ഞ് അവർ തിരിച്ച് വരും ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാരായണ ഹൃദയാലയയിൽ പോയി ആദ്യം PET സ്കാൻ ചെയ്തു. ഇപ്പോൾ PET സ്കാൻ ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ PET സ്കാൻ 2 മാസം മുമ്പ് PET സ്കാൻ ഫുൾ കളർ TV ഇമേജ് പോലെ തല തൊട്ട് താഴെ വരെ ക്യാൻസർ. 2 മാസം കഴിഞ്ഞിട്ടുള്ള PET സ്കാൻ റിപ്പോർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പിക്ചർ പോലെ ആകെ ലെങ്സിൽ മാത്രം TBയുടെ ചെറിയ സ്കാർ ഉണ്ട്, നോ ക്യാൻസർ അറ്റ് ഓൾ. സോ ഓൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞു. അങ്ങനെ ദൈവം വലിയ അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് അപ്പം ഞങ്ങൾ നേർച്ച നേർന്നു, ഞങ്ങൾ കൃപാസനത്തിൽ ഒന്ന് സാക്ഷ്യം പറയാം. പക്ഷേ ആസ് യൂഷ്വൽ ഞങ്ങൾ പതുക്കെ നോർമൽ ലൈഫിലേക്ക് പോയി. ഞാൻ എൻ്റെ പ്രോജക്റ്റുകളിലും റിസർച്ചിലും ബിസിയായി, അവരവർ IT കമ്പനികളിൽ ബിസിയായി. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2023 എൻ്റെ മോൾക്ക് MBBSന് വേണ്ടി ചേർന്ന ഒരു ആഗ്രഹമായിരുന്നു. അവളങ്ങനെ MBBSന് നീറ്റ് എക്സാം എഴുതി. അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് റാങ്ക് 76,000 ആയിരുന്നു, 532 മാർക്കാണ്. 76,000 മാർക്കിൽ എവിടെയും അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞങ്ങൾ അവളുടെ ബ്രില്യൻറ്റ് പാലായിൽ അവളെ സ്റ്റഡി സെൻറ്ററിൽ ഒരു കൊല്ലത്തേക്ക് വേണ്ടി നിർത്തി. ആദ്യത്തെ ദിവസങ്ങളൊക്കെ അവൾക്ക് 695-700 മാർക്ക് കിട്ടിയിരുന്നു. പക്ഷേ എക്സാമിൻ്റെ തൊട്ടടുത്ത് എത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മാർക്ക് കുറഞ്ഞ് 600 ആവാൻ തുടങ്ങി. അവളോടൊക്കെ കരയാൻ തുടങ്ങി, ഞാൻ ഈ ദിവസം 20-22 മണിക്കൂർ പഠിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, 2 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു വിഷമ സങ്കടത്തിൽ എന്നെ സഹായിച്ച ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അതിൻ്റെ പേര് എന്തോ കൃപയെന്നാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കി കൃപാസനം. ഉടനെ തന്നെ ഞാനും നിഷയും കൂടെ ഈ കൃപാസനത്തിൽ വന്നു. ഞങ്ങളങ്ങനെ 6 ഉടമ്പടി എടുത്തു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 6 നിയോഗം പറയാൻ ആഗ്രഹിക്കുക സമയമില്ലെങ്കിൽ പോലും. ഫസ്റ്റ് നിയോഗം ഇതായിരുന്നു, എൻ്റെ മോൾക്ക് 685 മാർക്ക് കിട്ടണം. 2023 അവരുടെ മാർക്ക് 530, റാങ്ക് 76,000. 685 വയ്ക്കാൻ കാരണം 685 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ അവൾ നീറ്റ് എക്സാം അവൾ എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നു, അവൾക്ക് കിട്ടിയ മാർക്കായിരുന്നു 697. അതായത് ഇന്ത്യയിൽ 2000 റാങ്കിൽ അവൾ വന്നു. പക്ഷേ ഞാൻ നിയോഗത്തിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് CMC വെല്ലൂർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന്. പക്ഷേ പുറത്ത് വന്നപ്പോൾ മോൾ പറയുകയാണ് എനിക്കിഷ്ടം എയിംസിലാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ എഴുതിപ്പോയി നിയോഗത്തിൽ ഒന്നുകിൽ CMC വെല്ലൂർ ഇല്ലെങ്കിൽ AFMC ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ. അപ്പോൾ മാതാവ് എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫൈനലി ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എയിംസിൽ അവൾക്ക് കുറച്ച് മാർക്കോടുകൂടെ എയിംസ് ഡൽഹി അവൾക്ക് കിട്ടിയില്ല. പകരം എന്നുണ്ടായെങ്കിൽ AFMCയിൽ അവൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നീറ്റ് എക്സാം 23 ലക്ഷം പേരാണ് ഇന്ത്യയിൽ എഴുതുന്നത്. ആ 23 ലക്ഷം പേരിൽ നിന്ന് 1600 പേരെ അവർ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ആ കൂടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന 10 പേർക്ക്, അതായത് 23 ലക്ഷം പേര് എഴുതിയ എക്സാമിൽ നിന്ന് 10 പേർക്ക് കിട്ടണം. അതിൽ 3ാമത്തേതായിട്ട് എൻ്റെ മോള് സെലക്റ്റായി. കേരളത്തിന് ആകെ 3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വർഷം, പെൺകുട്ടികൾ. അതവൾക്ക് 3ാമത്തേതായി കിട്ടി. അത് വലിയ മാതാവിൻ്റെ അനുഗ്രഹം. ഞാൻ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, മോളോട് പറയായിരുന്നു, ഞാൻ AFMC എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെ മാതാവ് കണ്ടിട്ടുണ്ട്, മാതാവ് അത് ആ നിയോഗത്തിൻ്റെ മുകളിൽ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയും മാതാവ് മേടിച്ച് തരിക ചെയ്യും. കാരണം ഞാൻ AFMC ചെന്നപ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അവർക്ക് മെഡിക്കൽ ചെക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ്. അവരുടെ വെയിറ്റ് 48-58 കിലോയുടെ ഇടയ്ക്ക് വരണം. ഇവളുടെ വെയിറ്റ് 68, 10 കിലോ കൂടുതലാണ്. ഒരു സാധ്യതയില്ല ഇവളെ സെലക്ട് ആവാനുള്ളത്. ഞങ്ങൾ 2 പേരും പുറത്ത് 2 ദിവസം IFMCയിൽ ഇൻ്റർവ്യൂ. ഞങ്ങൾ പുറത്തൊരു മരത്തിൻ്റെ കീഴിലിരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും പിന്നെ കരുണ കൊന്തയും വിശ്വാസമാണ് ചൊല്ലി കരഞ്ഞുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം ഹൈ കോർപ്പറേറ്റ് ലൈഫിൽ ഫ്ലൈയിങ് കരിയർ ആയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. ആ കരഞ്ഞൊക്കെ 2 പ്രാവശ്യം മാത്രമാണ്. ആദ്യം നിഷ ഹോസ്പിറ്റലായി ക്യാൻസറായി കിടന്നപ്പോൾ, രണ്ടാമത് AFMC അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ആദ്യത്തെ റൗണ്ടിൽ അവളെ റിജക്റ്റ് ആക്കി. പിന്നെ അവസാന റൗണ്ടിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ എൻ്റെ മോളെ, ഓവർ വെയിറ്റ് ഉള്ള മോളെ മിലിറ്ററിക്കാർ സെലക്ട് ചെയ്തു. ഒരിക്കലും മിലിറ്ററി സംഭവിക്കാത്ത കാര്യമാണ്. കാരണം ആ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാൻ കാരണം നിയോഗത്തിൽ ഞാൻ എഴുതിയ നിയോഗം എൻ്റെ മാതാവ് പച്ചവര ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ സെലക്ട് ആയത്. അത് കഴിഞ്ഞിട്ടൊരു ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ആവശ്യം വന്നു. ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റിൽ 10 കൊല്ലം താമസിച്ച ആളാണെന്ന് കാണിക്കണം. ഞങ്ങൾ കുറേ കാലമൊക്കെ പുറത്തും പല സ്റ്റേറ്റുകളിലൊക്കെ ആയിക്കൊണ്ട് കർണാടകയിൽ വന്നിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. 4 പ്രാവശ്യം അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് വിചാരിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് കൈക്കൂലിയൊന്നും കൊടുക്കാതെ, ടെക്നിക്കലി ഞങ്ങൾ കിട്ടാൻ സാധ്യതയില്ല, കാരണം 10 കൊല്ലം ഇന്ത്യയിൽ താമസിക്കണം. ഞങ്ങൾ 10 കൊല്ലം ഇന്ത്യയിൽ ആ സ്റ്റേറ്റിൽ ഞങ്ങൾ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കിട്ടാൻ പാടില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ ആഴ്ച ഞാൻ അതുപോലെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. രണ്ടാമത്തെ ഞങ്ങളുടെ നിയോഗമായിരുന്നു എൻ്റെ മോനെ CBSE പരീക്ഷയിൽ. അവൻ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പറായിരുന്നു. ഹൈലി പള്ളിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഓൾട്ടർ ബോയ്സിൽ ലീഡറും ക്ലാസ്സിൽ സ്കൂളിലെ ഹെഡ് ബോയ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പ്രിലിമിനറി എക്സാമിന് അവന് 99% മാർക്കാണ് കിട്ടുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്കൂളിന് അവനെ പറ്റി വലിയ പ്രിൻസിപ്പളായിരുന്നു. അവൻ പഠിക്കുന്നത് ബാംഗ്ലൂരിലെ SFS അക്കാഡമി ഇലക്ട്രോണിക് സിറ്റിയിലാണ് പഠിക്കുന്നത്.
അപ്പോൾ സ്കൂളിന് അവനെ പറ്റി വലിയ പ്രതീക്ഷയായിരുന്നു അവനെ പറ്റി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവന് 94%. അവിടെ എന്താ മാതാവ് സംഭവിച്ച അത്ഭുതം എന്താണെന്ന് ഞാൻ മോൻ തന്നെ പറയും. ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ദിവ്യകുമാരനും 1000 നന്ദി. അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ട് കൃപാസനത്തിൽ എഴുതി കൊടുത്ത 6 നിയോഗങ്ങളിൽ നിന്ന് ഒരെണ്ണമായിരുന്നു എൻ്റെ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ മാർക്ക്. നിയോഗത്തിൽ എഴുതി വെച്ചത് പെർസെൻറ്റേജ്. ബാംഗ്ലൂരിൽ പഠിക്കണ കാരണം അവിടെ ഗ്രേഡ് അല്ല, A+ അല്ല നോക്കുന്നത്, അവിടെ പെർസെൻറ്റേജാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട പെർസെൻറ്റേജ് എഴുതിയത് അവർ 97.5% ആയിരുന്നു. ഞാൻ ബോർഡ് എക്സാം ഈ വർഷം മാർച്ച് മാസത്തിലായിരുന്നു എഴുതിയത്. ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് 98 അല്ലെങ്കിൽ 99% എങ്കിലും കിട്ടുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ പെർസെൻറ്റേജ് വന്നത് 95.6% കണ്ടപ്പോൾ സ്വാഭാവികമായും എനിക്ക് വളരെയധികം വിഷമം തോന്നി. പക്ഷേ ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മാതാവ് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ മാർക്ക് കൂട്ടുമെന്ന്. ഞാൻ പ്രതീക്ഷയൊക്കെ വിട്ട് 95.6 അക്സെപ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ പപ്പയ്ക്കും അമ്മയ്ക്കും ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു, മാതാവ് എങ്ങനെയെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് എൻ്റെ മാർക്ക് കൂട്ടുമെന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞത് 2022-2023 CBSE ബോർഡ്, ഞാൻ CBSE വിദ്യാർത്ഥിയായിരുന്നു, അപ്പോൾ CBSE ബോർഡ് ഒരു റൂൾ ഇറക്കി. ഞങ്ങൾ എഴുതുന്നത് 6 സബ്ജക്റ്റാണ്. 6 സബ്ജക്റ്റിൽ നിന്ന് ഏതെങ്കിലും 5 ബെസ്റ്റ് 5 സബ്ജക്ട്സ് എടുത്തിട്ടാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ബെസ്റ്റ് 5% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 95.6%-ൽ നിന്ന് അത് 97.4% ആയി. എൻ്റെ നിയോഗത്തിൽ എഴുതിയത് 97.5, എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് 97.4. അങ്ങനെ സ്കൂളിൽ ഫസ്റ്റ് റാങ്കും കിട്ടി, ഞങ്ങൾ പ്രാർത്ഥിച്ച് പെർസെൻറ്റേജും കിട്ടി. ഇതല്ലാണ്ട് കുറേ ചെറിയ വലുതായ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം 1000 നന്ദി. ഞാൻ എൻ്റെ മോനോട് പറയായിരുന്നു, മോനെ നിനക്ക് ആദ്യത്തെ റൗണ്ടിൽ തന്നെ 99% കിട്ടി, നീ വല്ലാതെ അംഗീകരിക്കുമായിരുന്നു. മാതാവ് കാണിച്ചു തരികയായിരുന്നു, നോട്ട് ബൈ യുവർ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ്. ഒരു സംസ്ഥാനത്തിൻ്റെ നിയമം വരെ മാതാവ് മാറ്റിമറിച്ചു എൻ്റെ മോന് വേണ്ടി. ഞാൻ 3ാമത്തെ നിയോഗമായിരുന്നു. എനിക്ക് വല്ലാതെ ഒരു 6 മാസമായിട്ട് വല്ലാതെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസിൽ കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് ധൈര്യം പോരാതെ അവർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ജോലി ഹൈലി പ്രഷറുള്ള ജോലിയാണ്, അതുകൊണ്ടുള്ള BP കൂടിയതാവുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡബിൾ കൺഫർമേഷന് വേണ്ടി കേരളത്തിൽ വന്നു, തൃശ്ശൂരുള്ള മിഷൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരും പറഞ്ഞു നോർമൽ. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് വല്ലാതെ നെഞ്ചുവേദന തന്നു. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ട്രെഡ്മിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ട്രെഡ്മിൽ പോസിറ്റീവാണ്. അപ്പോൾ അവർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, സ്റ്റെൻറ്റ് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നിഷ ബാംഗ്ലൂരാണ് ഞാൻ വിളിച്ചു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗോവയിലാണ്. ഗോവയിലെ ബോം ജീസസ് ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണ് ഇപ്പോൾ. അങ്ങനെ അവർ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയും ഒരു പ്രശ്നമില്ല എന്ന്. അങ്ങനെയല്ല ഉണ്ടായത്. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 ബ്ലോക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലോക്ക് 90% ആണ്, റൈറ്റ് സൈഡിൽ 60%. അങ്ങനെ റൈറ്റ് സൈഡിലെ ബ്ലോക്ക് അവർ സ്റ്റെൻറ്റ് ഇട്ട് മാറ്റി. ലെഫ്റ്റ് സൈഡിലെ ബ്ലോക്ക് അവർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം, പ്രഷർ ടെസ്റ്റ്. ആ പ്രഷർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം സ്റ്റെൻറ്റ് ചെയ്യണോ അല്ലേ എന്ന്. ആ സമയത്ത് ഞാൻ മാതാവിനോടും ഈശോടും ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ മാതാവിനോട് ഈശോട് ഹിന്ദിയിലാണ് പറഞ്ഞ്. ഞാനോട് പറഞ്ഞു കുച്ച് കരോ യാർ എന്ന് പറഞ്ഞ നാട്ടിൽ ഹിന്ദിയിൽ പറഞ്ഞ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട അവരോട് പറയാം. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ മാതാവ് ഈശോയാ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞ പോലെ അവരോട് പറഞ്ഞു തും കുച്ച് കരോ യാറെന്ന്. ആ സമയത്ത് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റെൻറ്റ് ഇടണ്ട. അപ്പോൾ ഞാൻ മരുന്ന് കൊണ്ട് മാത്രം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ദാനമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസുഖം വന്നു കഴിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ മാറണം നിർബന്ധമൊന്നുമില്ല. അത് ഞങ്ങൾക്കൊരു ദാനമായിട്ട് ആ സമയത്ത് മുഴുവനായി മാറിയെന്നൊരു പക്ഷേ ഞാൻ മറക്കുമായിരുന്നു. ഇന്ന് ആ സ്റ്റെൻറ്റ് എൻ്റെ ഉള്ളിൽ കൊണ്ട് ഓരോ പ്രാവശ്യം വേദന വരുമ്പോഴും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഒരു വളരെ സിസ്റ്റമാറ്റിക്കായി. ഞങ്ങൾ ബാംഗ്ലൂരുള്ളതുകൊണ്ട് എന്തുണ്ടാവണമെങ്കിൽ രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ എണീക്കാറ്. ഇപ്പോൾ നിഷ ബാംഗ്ലൂരാണ്, ഞാൻ ഗോവയിലാണ്. കൃത്യം 5 മണിക്ക് ഗോവയിൽ ഞാൻ എണീക്കും. ഞാൻ ഫോൺ എടുത്ത് നിഷേനെ വിളിക്കും, അവൾ അവിടെ നിന്ന് എണീക്കും. കാരണം അവൾക്ക് ബോൺ ആൻഡ് ബോട്ട് ഓഫ് ഗുജറാത്താണ്, അതുകൊണ്ട് മലയാളം വായിക്കാൻ എഴുതാൻ അറിയില്ല. അപ്പോൾ ഞാൻ മൊബൈലിൽ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും. അവൾ പ്രത്യക്ഷ പ്രാർത്ഥന അവിടെ നിന്ന് ചെല്ലും. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ 7 മണിക്ക് പള്ളി തൊട്ടപ്പുറത്തുള്ള ബോം ജീസസ് ചർച്ചിൽ കുർബാന കൂടും. വൈകുന്നേരം വന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് മൊബൈലിൽ കൂടിയാണ് ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം വളരെ സിസ്റ്റമാറ്റിക്കായി 10-20 കൊല്ലം ഞാൻ കാറ്റഗിക്സ്
ദിവസം പഠിപ്പിച്ചിട്ട് പോലും ഞാൻ ഒരു ബൈബിൾ മുഴുവനായിട്ട് വായിച്ചിരുന്നില്ല. ഈ 6 മാസം കൊണ്ട് ഇപ്പോൾ ഈ നിയോഗം വെച്ചത് ബൈബിൾ അരമണിക്കൂർ വായന കൊണ്ട് മുഴുവനായിട്ട് ആ ബൈബിൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഞാൻ വായിക്കാൻ തീർന്നു. ഞാൻ പറയട്ടെ, ഞാനൊരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് പറയാം, ഞങ്ങൾ സയൻറ്റിസ്റ്റുമാർ എന്തൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണേക്കാളും മുമ്പും ഒരു പ്രോട്ടോക്കോൾ വെച്ച് ചെയ്യുക. അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ പറയും, ഈ ഫോർ എക്സാമ്പിൾ 1 mol HCl 1 mol സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് എന്ത് ചെയ്യും, അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതും അത് നമുക്ക് എന്താണ് കിട്ടിയത്. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് പോകാനുള്ള എക്സാക്ട് പ്രോട്ടോക്കോളാണ് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടി കൽപ്പനകൾ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന പ്രതീക്ഷീകര പ്രാർത്ഥന, 2 ആഴ്ചയിൽ കുമ്പസാരം, ബൈബിൾ വായന, കാരുണ്യ പ്രവർത്തികൾ, നിത്യജീവനിലേക്ക് കടക്കാനുള്ള എക്സാക്ട് പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടി നമ്മളെ അത് സഹായിക്കും. ഞാനിപ്പോൾ തിരിച്ച് നോക്കുമ്പോൾ ഈ സാധാരണ ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ ഓരോന്ന് ടിക്ക് ചെയ്യും ഏതൊക്കെ വർക്കാകുമെന്ന്. അപ്പോൾ ഇവിടെ ഞങ്ങൾ തിരിച്ച് നോക്കുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ കാണുക, ഞങ്ങൾ ചോദിച്ച എല്ലാ നിയോഗങ്ങളും മാതാവ് ചെയ്തു തന്നിരിക്കുന്നു. ഈ പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പറയാതെ നിർത്തുകയാണ്. അത് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുക. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33:3 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഇവിടെ ജയൻ റപ്പായിയും നിഷ ജയനും അതുപോലെ മകനും ഇവിടെ നമ്മുടെ മുൻപിൽ അനുഭവ സാക്ഷ്യം പങ്കുവയ്ച്ചത് നാം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഇദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ സയൻറ്റിസ്റ്റായി ജോലി ചെയ്യുന്ന വ്യക്തി, വൈഫ് വളരെ വലിയ, അതായത് ഒരു പ്രമുഖ IT ഫീൽഡിൽ എൻജിനീയറായിട്ട്, സോഫ്റ്റ്വെയർ എൻജിനീയർ. അപ്പോൾ ഇന്ന് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ സയൻറ്റിഫിക് മേഖലയിൽ താൻ റിസർച്ചൊക്കെ ചെയ്ത് താൻ തന്നെ കണ്ടുപിടിച്ച എത്രയോ മെഡിസിൻ ഇന്ന് മറ്റ് പലരും ഉപയോഗിക്കുന്നു. എന്നാൽ താൻ തൻ്റെ ജീവിതത്തിൽ കരഞ്ഞത് 2 പ്രാവശ്യം. ഒന്ന്, തൻ്റെ വൈഫിന് ഈ ക്യാൻസർ, അതായത് ഹെഡ് ടു ടോ ക്യാൻസർ, അഡ്വാൻസ്ഡ് സ്റ്റേജ് മൾട്ടിപ്പിൾ ഓർഗൻ ക്യാൻസറാണ്. ക്യാൻസർ ബാധിക്കാത്ത ഒരു ഓർഗനുമില്ല ശരീരത്തിൽ. അപ്പോഴങ്ങനെയുള്ള അവസ്ഥയിൽ താനൊരു സയൻറ്റിസ്റ്റാണ്, താൻ കണ്ടുപിടിച്ചതൊന്നും തൻ്റെ ജീവിത പങ്കാളിക്ക് അതിനൊരു ശമനം കിട്ടുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കാരണമാകുന്നില്ല. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ എന്താണെന്നുള്ളത് നമുക്ക്, ശാസ്ത്രം എവിടെ നിൽക്കുന്നു, ശാസ്ത്രജ്ഞരും ശാസ്ത്രവും ഒക്കെ നമുക്ക് വേണം. അവർക്ക് ബുദ്ധിയും അതേപോലെ വൈദ്യനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ബൈബിളിൽ തന്നെയുള്ളതാണ്. വൈദ്യനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് കർത്താവാണ്. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. എന്നാൽ നിൻ്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ അത് ബൈബിൾ തന്നെ ഇപ്പോൾ നമ്മോട് സംസാരിച്ചു എങ്ങനെയാണെന്ന്. അങ്ങനെ ഉള്ള അവസരത്തിൽ എങ്ങനെയാണ് കൃപാസനം എന്ന ആലയത്തെക്കുറിച്ച് അറിയുവാനിടയാകുന്നത്. ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ അതുവരെയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ച ആ ക്യാൻസർ എന്നുള്ളത് മാറി അത് TB ആയി. ഇവരുടെ ഒരേ ഒരു പ്രാർത്ഥന TB ആകണമെന്നായിരുന്നു. അപ്പോൾ ഒരേ ഒരു ഉടമ്പടി ധ്യാനം, ആ ധ്യാനത്തിലാണ് ഈ മാറ്റം വരുന്നത്. പിന്നീട് പോയി ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. അവർ പറയുന്നു, ഇതൊരിക്കലും ശരിയാകില്ല, ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാൽ വീണ്ടും 2 മാസത്തിന് ശേഷവും ഇവർ നടത്തിയ ഡയഗ്നോസിൽ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് അത് വെറും TB ആയിരുന്നു, അത് ക്യാൻസർ അല്ല എന്ന്. അപ്പോഴതുവരെയും കണ്ടുപിടിച്ച പോസിറ്റീവ് റിസൾട്ടൊക്കെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകൻ തന്നെ, ഈ സാറ് തന്നെ ഇവിടെ പങ്കുവെച്ചു. ഒന്നും അറിയാത്തവരല്ല നമ്മോട് സംസാരിക്കുന്നത്. മെഡിസിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഹീ നോസ്. ആ ഒരു വ്യക്തിയാണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് തൻ്റെ മകളുടെ കാര്യം, അങ്ങനെ മകൾക്ക് എങ്ങനെ അഡ്മിഷൻ ലഭിക്കുന്നു, അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ, അതുപോലെ മകന് വിദ്യാഭ്യാസത്തിൽ മകന് മാർക്ക് കിട്ടുന്നതിന് വന്ന ആ വ്യത്യാസങ്ങൾ, അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമം തന്നെ പരിശുദ്ധ അമ്മ മാറ്റുന്നു എന്ന് നാം പല സാക്ഷ്യങ്ങളിലും നാം കേൾക്കുന്നുണ്ട്. ഇവിടെ കർണാടകയിലെ നിയമം മാറുന്നതിനൊക്കെ കാരണം എങ്ങനെയായി. അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം, താൻ 20 വർഷമായിട്ട് കാറ്റഗിസം മേഖലയിൽ
വർക്ക് ചെയ്യുന്നു. പക്ഷേ അപ്പോഴൊന്നും തനിക്ക് കിട്ടാത്ത ഒരു മനസ്സമാധാനം, ജീവിതത്തിൻ്റെ ഒരു ചിട്ടയായ ജീവിത രീതി, ഇതൊക്കെ ഉടമ്പടിയിലൂടെ, അതായത് അതിനെ ഈ സാറ് തന്നെ ഒരു പ്രോപ്പർ മോളിക്യൂൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പങ്കുവെച്ചത്. അതായത് ഒരു സയൻറ്റിഫിക് ഫീൽഡിൽ എങ്ങനെയാണ് ആ പ്രോപ്പർ ചാനലിന് അതിനെ പോവുക, ആ ഒരു പ്രോപ്പർ ഫീൽഡാണ് കൃപാസനം എന്നാണ് ഈ സാറ് തന്നെ ഇവിടെ നമ്മോട് പറഞ്ഞത്. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇല എല്ലാ ഇപ്പോഴും പച്ചയാണ്. ഇത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17:8 തിരുവചനമായിട്ട് നാം വായിക്കുന്നതാണ്. അതായത് ഇന്ന് ഉടമ്പടി എങ്ങനെ പച്ചയാക്കി നമ്മെ നിർത്തുന്നു. ശുഷ്കിച്ചു പോയ നമ്മുടെ ജീവിതം, രോഗം കൊണ്ട് നാം വലഞ്ഞ നാളുകൾ, അതൊക്കെ ഉടമ്പടി എങ്ങനെയാണ് ഔഷധമാകുന്നത് എന്നാണ് ഈ കുടുംബം നമ്മോട് സംസാരിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.